നമ്മുടെ ഫൗണ്ടേഷൻ ഫോർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായ ഈസി ഇംഗ്ലീഷ് ഫോർ ദി കോമൺ മാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. എനിക്കൊരു കാർ ഉണ്ടാകും, ഐ വിൽ ഹാവ് എ കാർ ആണ്. എനിക്കൊരു പുതിയ കാർ ഉണ്ടാകും, ഐ വിൽ ഹാവ് എ ന്യൂ കാർ ആണ്. എനിക്കൊരു പഴയ കാർ ഉണ്ടാകും, ഐ വിൽ ഹാവ് ആൻ ഓൾഡ് കാർ ആണ്. അപ്പോൾ ഐ വിൽ ഹാവ് എ കാർ, ഐ വിൽ ഹാവ് ആൻ ഓൾഡ് കാർ, ഐ വിൽ ഹാവ് എ ന്യൂ കാർ. അപ്പൊ എനിക്ക് 2 പുതിയ കാറുകൾ ഉണ്ടാകും, ഐ വിൽ ഹാവ് 2 ന്യൂ കാർസ് ആണ്. എനിക്ക് 2 പഴയ കാറുകൾ ഉണ്ടാകും, ഐ വിൽ ഹാവ് 2 ഓൾഡ് കാർസ് ആണ്. അപ്പോൾ എനിക്കൊരു ബൈക്ക് ഉണ്ടാകും, ഐ വിൽ ഹാവ് എ ബൈക്ക്. എനിക്കൊരു പുതിയ ബൈക്ക് ഉണ്ടാവും, ഐ വിൽ ഹാവ് എ ന്യൂ ബൈക്ക്. എനിക്കൊരു പഴയ ബൈക്ക് ഉണ്ടാകും, ഐ വിൽ ഹാവ് ആൻ ഓൾഡ് ബൈക്ക്. അപ്പൊ നമുക്കൊന്ന് പ്രാക്ടീസ് നോക്കാം. ഐ വിൽ ഹാവ് എ കാർ, ഐ വിൽ ഹാവ് എ ന്യൂ കാർ, ഐ വിൽ ഹാവ് ആൻ ഓൾഡ് കാർ. ഐ വിൽ ഹാവ് എ ബൈക്ക്, ഐ വിൽ ഹാവ് എ ന്യൂ ബൈക്ക്, ഐ വിൽ ഹാവ് ആൻ ഓൾഡ് ബൈക്ക്. ഐ വിൽ ഹാവ് 2 ബൈക്സ്, ഐ വിൽ ഹാവ് ആൻ ഓൾഡ് ബൈക്ക് ആൻഡ് എ ന്യൂ ബൈക്ക്. ഇത്തരത്തിൽ ദിവസവും വാക്കുകൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഒന്നും കൂടെ ചേർത്തും കൊണ്ട് 3 ആശയങ്ങൾ ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും. അപ്പൊ എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടാകും, ഐ വിൽ ഹാവ് എ കാർ. അപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാഡ് എ കാർ, ഐ വിൽ ഹാവ് എ കാർ. ഐ ഹാവ് എ ന്യൂ കാർ, ഐ ഹാഡ് എ ന്യൂ കാർ, ഐ വിൽ ഹാവ് എ ന്യൂ കാർ. ഐ ഹാവ് 2 cars, ഐ ഹാഡ് 2 cars, ഐ വിൽ ഹാവ് 2 cars. ഐ ഹാവ് എ ബൈക്ക്, ഐ ഹാഡ് എ ബൈക്ക്, ഐ വിൽ ഹാവ് എ ബൈക്ക്. ഐ ഹാവ് 2 ബൈക്സ്, ഐ ഹാഡ് 2 ബൈക്സ്, ഐ വിൽ ഹാവ് 2 ബൈക്സ്. അപ്പോൾ എഴുതുക, പഠിക്കുക, പരിശീലിക്കുക, ഒപ്പം കേൾക്കുക. പരമാവധി ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളതാണ്. വെർബ് വെച്ച് നമ്മളിപ്പോൾ 17 ഐഡിയ പഠിച്ചു കഴിഞ്ഞു. ഒപ്പം നമ്മൾ ആകുന്നു, ആയിരുന്നു, ആകും എന്നുള്ള 3 ഐഡിയ പഠിച്ചു കഴിഞ്ഞു. ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും എന്നുള്ള 3 ഐഡിയ. മൊത്തം നമ്മൾ 23 ഐഡിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വെറും 3 സ്റ്റെപ്പ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഷ പരിശീലിച്ചിരിക്കുന്നത്. 1, കുറച്ച് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകൾ. 2, അല്പം ബേസിക് ഗ്രാമർ അഥവാ അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളുടെ മാറ്റങ്ങളാണ് പഠിച്ചേക്കുന്നത്. 3, ആശയങ്ങളാണ്. പോസിറ്റീവായിട്ടാണ് നമ്മൾ ചെയ്ത് പഠിച്ചേക്കുന്നത്. ഒപ്പം ലെവൽ ടെസ്റ്റിലും കൂടെ പങ്കെടുക്കുക. നിങ്ങളുടെ മാറ്റം ഉറപ്പുവരുത്തുക. സോ ഞാനാണ് ഗ്യാരണ്ടി. തീർച്ചയായിട്ടും മെച്ചപ്പെട്ടിരിക്കും.